പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നും കൂടുതൽ ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. ബസ് ടെർമിനൽ നിർമ്മാണവും യാർഡ് നവീകരണവും പൂർത്തിയാക്കി വെളിച്ച സംവിധാനങ്ങളും ഒരുക്കിയാണ് ബസ് സ്റ്റാൻഡ് കൂടുതൽ സർവീസിനൊരുങ്ങിയത്. എന്നാൽ സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ബസ് ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഗതാഗത ക്രമീകരണം സംബന്ധിച്ചും പരാതികൾ ഉയരുന്നുണ്ട്. ഏതാനും ബസ്സുകൾ മാത്രം സർവീസ് നടത്തിയിരുന്ന പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്ന് കോഴിക്കോട്, ചെർപ്പുളശ്ശേരി, കോങ്ങാട്, മണ്ണാർക്കാട്, മുണ്ടൂർ ഭാഗത്തു നിന്നുള്ള ബസ്സുകളും സർവീസ് നടത്തി തുടങ്ങി. ഇവ താരേക്കാട് വഴി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് അവിടെ യാത്രക്കാരെ ഇറക്കണം. തിരിച്ച് താരേക്കാട്, സുൽത്താൻപേട്ട വഴി സ്റ്റേഡിയം സ്റ്റാൻഡിലെത്തി തിരികെ പോകുമ്പോഴും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ കയറണമെന്നാണ് പുതിയ നിർദ്ദേശം. ടൗൺ ബസ്സുകൾ പതിവ് പോലെ നഗരം ചുറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് സർവീസ് നടത്തും. വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2.26 കോടി രൂപ ഉപയോഗിച്ചാണ് സ്റ്റാൻഡിൽ ബസ് ടെർമിനൽ നിർമ്മിച്ചിട്ടുള്ളത്. യാർഡ് നവീകരിച്ചത് നഗരസഭയാണ്. എം.പി ഫണ്ടിൽ നിന്ന് ഹൈമാസ് ലാമ്പും സ്ഥാപിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ബസ് ടെർമിനലിൽ ഒരേ സമയം 9 ബസ്സുകൾ നിർത്തിയിടാനാകും. മറ്റു ബസ്സുകൾ നിർത്തിയിടാൻ ടെർമിനലിന്റെ മുൻവശത്ത് സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ബസ്സുകൾ നിർത്തിയിട്ട് സമയമാകുമ്പോൾ ട്രാക്കിലേക്ക് കയറ്റിയാൽ മതി. കൂടുതൽ സൗകര്യങ്ങൾ സ്റ്റാൻഡിൽ ഉറപ്പാക്കുമെന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു. ഇത് ബസ് സ്റ്റാൻഡായിട്ട് തീരുമാനം എടുത്തിട്ട് പോലുമില്ല. കഴിഞ്ഞ മീറ്റിംഗിൽ പോലും അറിയാൻ കഴിഞ്ഞത് ഇത് ബസ് വേ ആയിട്ടാണ് ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത്. ഒരു മാസം ബസ് വേ ആയിട്ട് ട്രയൽ റൺ ഓടിയ ശേഷം മാത്രമേ ബസ് സ്റ്റാൻഡാക്കി കണക്കാക്കുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെ 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 മോശമായ രീതിക്കാണ് പാലക്കാട് നഗരസഭയിൽ നിന്ന് തീരുമാനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൃത്യമായി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡായാലും ടൗൺ ബസ് സ്റ്റാൻഡായാലും ശരി, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡായാലും ശരി, എല്ലാം നഗരസഭയുടെ കീഴിലുള്ളതാണ്. എന്നാൽ കൃത്യമായി തീരുമാനം എടുക്കാൻ വൈകി പോകുന്ന മൂലം ഈ പരിസരത്തുള്ള ജനങ്ങൾ, യാത്രക്കാരും വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ UDF സമരത്തിലേക്ക് പോകാനുള്ള നടപടി സ്വീകരിക്കാൻ പോവുകയാണ്. ഞങ്ങൾ വളരെയധികം ക്ഷമയോടുകൂടിയാണ് ഇതെല്ലാം നോക്കിക്കൊണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവും, ഇവിടെ ഇതുവരെ ബസ് വേ അല്ലാതെ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ വന്ന് നിന്നുകൊണ്ട് യാത്രക്കാരെ എടുത്തുകൊണ്ട് മറ്റുള്ള സ്റ്റാൻഡുകളിലേക്ക് പോകും, മറ്റുള്ള സ്ഥലങ്ങളിലേക്കും പോകേണ്ട അടുത്താണ് ബസ് വേ ആക്കി കണക്കാക്കി ഈ രീതിക്ക് നീങ്ങുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിണ്ടാവും ഇവിടെ എത്രത്തോളം ബസ്സുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അതേസമയം ബസ് സ്റ്റാൻഡിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ബസ് ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ ബസ്സുകൾ സ്റ്റാൻഡിലെത്തുമ്പോൾ ശുചിമുറികൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കുറവായതിനാൽ ബസ് ജീവനക്കാർ പ്രയാസപ്പെടുകയാണെന്ന ബസ് ജീവനക്കാരുടെ പ്രതികരണം. ഞങ്ങൾക്ക് ഇവിടെ വണ്ടി വന്ന് നിർത്തിയാലും സ്റ്റാഫുകൾക്കാണെങ്കിലും മറ്റുള്ള ആൾക്കാർക്കും ഇവിടെ ഒരു ബാത്റൂം സൗകര്യമില്ല. അതുകൊണ്ട് വണ്ടികൾ വരുമ്പോൾ കെട്ടിവെച്ചിട്ടുണ്ട് എല്ലാം, പക്ഷെ അത് തുറന്ന് പ്രവർത്തിക്കാനായിട്ടില്ല. അതുകൊണ്ട് വണ്ടിക്കാർക്കും ബുദ്ധിമുട്ടാണ്. ആകെ 5 മിനിറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയമുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്നാൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വണ്ടിക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. സ്റ്റാഫ് സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് എത്താൻ GB റോഡ് തുറന്നു നൽകണമെന്ന ബസ്സുകാർ ആവശ്യപ്പെടുന്നുണ്ട്. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ ഇതിലെ അപ്രായോഗികതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങളുടെ വണ്ടികളൊക്കെ മണ്ണാർക്കാട് നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഞങ്ങളിന്നും പാലക്കാട് ബസ് സ്റ്റാൻഡിൽ കൂടി കയറി ഇറങ്ങി പോകുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ ഇതിൽ വരാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓലോക്കോട് പാസ് ചെയ്ത് പോകണം. ഇവർ പറഞ്ഞ മണലി ബൈപ്പാസ് വഴി കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് സർവീസ് നടത്താൻ പറ്റത്തില്ല. നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2019 ബോർഡ് ഡിസിഷൻ പ്രകാരമുള്ള GB റോഡ് തുറന്ന് GB റോഡിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും യാത്രക്കാർക്കും സൗകര്യമായിരിക്കും, ബസ്സുകാർക്കും സൗകര്യമായിരിക്കും. മുനിസിപ്പൽ സ്റ്റാൻഡിൽ ബസ്സുകൾക്ക് വന്ന് കയറി പോകാനുള്ള സൗകര്യം കിട്ടും. അപ്പോൾ ആൾക്കാരും വരും, കയറ്റിക്കൊണ്ട് പോകാനും പറ്റും, എല്ലാം വരും. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് GB റോഡ് തുറന്നു സുൽത്താൻപേട്ട ജംഗ്ഷൻ വഴി സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്ന് വരുന്ന വണ്ടികൾ മണ്ണാർക്കാട്ടേക്കൊക്കെ പോകുമ്പോൾ അതുവഴി കയറ്റി വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യപ്രദമായിട്ട് ഉണ്ട്. അതാണ് ഏറ്റവും ഉചിതവും സൗകര്യപ്രദവുമല്ല. മൂത്രപ്പുര രാവിലെ ഇപ്പോൾ വന്നു, മൂത്രപ്പുര തുറന്നിട്ടില്ല. അതേപോലെ ലഗേജ് വയ്ക്കണ ലോക്കറിൻ്റെ അത് തുറന്നിട്ടില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. UTV ന്യൂസ് പാലക്കാട്. തിരികെ എത്താം മറ്റൊരിടവേളയ്ക്ക് ശേഷം.